സത്യം പറയല്ലേ ശിശുപാല, ഞാൻ ഉപദേശിച്ചു തുടങ്ങിയതും അവന് കണ്ണു നിറഞ്ഞുപോയി. കുറെ നേരം അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, അളിയാ അളിയാ, അളിയൻ ഇങ്ങനൊരു മഹാനായ മനുഷ്യനാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന്. ഞങ്ങൾക്കൊക്കെ അത് വളരെ നേരത്തെ മനസ്സിലായതാണ് സാർ. ഇനി ഒരിക്കലും മദ്യപിക്കില്ലെന്ന് മണികണ്ഠ എനിക്ക് വാക്ക് തന്നു. ഞാൻ അവനോട് പറഞ്ഞു, മണികണ്ഠ മണികണ്ഠ, നീ നല്ലവനാണ്, നിനക്ക് ഞാൻ നല്ലൊരു ജോലി കൂടി ശരിയാക്കി തരുന്നുണ്ടെന്ന്. അതോടെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന്. അപ്പൊ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തീരെ വിശ്വാസം വരുന്നില്ല. ഒരാളെ കുടി നിർത്താൻ ഇത്രയും ഉപദേശം മതിയോ? ഉപദേശിക്കേണ്ട രീതിയിൽ ഉപദേശിച്ചാൽ ഏത് മണികണ്ഠനും വീഴും. നമ്മൾ ഉപദേശിക്കുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്നത് അവന്റെ ഹൃദയത്തിലേക്ക് ഒരു ചാട്ടുടി പോലെ കടന്നു ചെല്ലുന്നുണ്ടോ എന്ന്. അങ്ങനൊരു കഴിവുണ്ടെങ്കിൽ സാറിന് ഇതൊരു തൊഴിലാക്കി എടുക്കാവുന്നതാണ്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആളുകളുടെ മദ്യപാനമാണ്. അത് നിർത്തിക്കാൻ ഓരോരുത്തർ എന്തൊക്കെ ചെയ്യുന്നു. സാറിന്റെ ഒരു ഉപദേശം കേട്ടാൽ വെള്ളോടി നിർത്തുമെങ്കിൽ നമ്മുടെ നാട്ടിലെ കുടിയന്മാരുടെ ബന്ധുക്കൾ സാറിന്റെ വീട്ടിന്റെ മുന്നിൽ ക്യൂ നിർത്തും. ഓരോ ഉപദേശത്തിനും 500 രൂപ ഫീസ് വെച്ചാൽ സാറിന് ഇപ്പൊ കിട്ടുന്ന ശമ്പളത്തിന്റെ 3 ഇരട്ടി മാസം കിട്ടും. കുടിയന്മാർക്ക് ലാഭം. ഒരു ഫുള്ളിന്റെ വിലയ്ക്ക് കുടി നിർത്താമല്ലോ. അത് അവരുടെ കുടുംബത്തിന് ലാഭമാണ് സാർ. അങ്ങനെ പണം വാങ്ങി കൊടുക്കേണ്ടതല്ല ഉപദേശം. ഉപദേശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഫീസ് വാങ്ങുന്നവരുണ്ടാവും. പക്ഷേ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണനെ ആ കൂടുതൽ കൂട്ടണ്ട. തീർന്നില്ല. മണികണ്ഠൻ കുടി നിർത്തി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഭാമയുടെ നേരെ ഒന്ന് നോക്കി. അന്തം പിടിപ്പിക്കാവള്. അവളും അവളുടെ ബന്ധുക്കളും കഴിഞ്ഞ 15 വർഷമായിട്ട് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ഞാൻ 15 മിനിറ്റ് കൊണ്ട് നിർത്തി കൊടുത്തത്. ഇന്നലെ ഞാൻ പറഞ്ഞ ശിശുപാലൻ ഓർമ്മയുണ്ടോ? ഒരു വെടിക്ക് 2 പക്ഷിയെന്ന്. സാറിന് അവിടെ ഒന്ന് പറഞ്ഞാൽ പോലെ ഇനി വരണം. ഞാൻ പറഞ്ഞതുപോലെ നടന്നാണ്ടോ? അതാണ് വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ. മതിപ്പ് കൂടിയെന്ന് തോന്നുന്നില്ല. ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ ദ്രൗപദി സാറേ? ആയിരിക്കും. അല്ലെങ്കിൽ സാറിങ്ങനെ തീർത്തു പറയോ? അല്ല, ശിശുപാലൻ ചേട്ടനും വെള്ളമടി തീരെ മോശമല്ലല്ലോ. ചെന്ന് പറഞ്ഞാൽ മോഹനേശ്വര സാറ് ചിലപ്പോ ഒരു ഉപദേശം തന്നേക്കും. പൈസയൊന്നും വേണ്ട, ചിലപ്പോ ഏറ്റാലോ. അയ്യോ, എന്റെ കൂടി ദിവസം 2 പെഗ്ഗ. അത് നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വൈകിട്ട് 2 പെഗ്ഗ അടിക്കാത്തവന് എന്തിനാ പിന്നെ ജീവിച്ചിരിക്കുന്നത്? അതിന് ഇദ്ദേഹത്തിന്റെ ഉപദേശത്തിന്റെ വല്ല കാര്യമുണ്ടോ? പിന്നെ മോഹനേട്ടന്റെ അല്ലേ ബുദ്ധി. എന്തൊക്കെയാ സംഭവിച്ചു കൂടാത്തത്. പക്ഷെ വിളിച്ച രാവിലത്തെ ആ കെട്ടിപ്പിടുത്തം ഒന്ന് കാണേണ്ടതായിരുന്നു. 2 പേരിൽ ആർക്കാണ് ഭ്രാന്തെന്നാണ് എനിക്ക് സംശയം ഉണ്ടായത്. നമുക്ക് കാണാലോ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, കണ്ടു തന്നെ അറിഞ്ഞാലേ ശരിയാകുള്ളൂ. വെളിച്ച മോഹനേട്ടൻ വന്നു. ഞാൻ രാത്രി വിളിച്ചോളാം കേട്ടോ. ആഹാ, ഇന്ന് നേരത്തെ ആണല്ലോ. എന്തു പറ്റി? നമ്മളൊരു കാര്യം ചെയ്താൽ അതിന്റെ റിസൾട്ട് അറിയണമെങ്കിൽ അതിന്റെ പിന്നാലെ നടക്കണം. നമ്മുടെ ശ്രദ്ധയൊന്ന് പാളിപ്പോയാൽ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. എന്തിനെ പറ്റിയാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മണികണ്ഠനോടെ പോയി അകത്തുകാണ്ടുണ്ട്. ഇങ്ങനെ വീട്ടിൽ തന്നെ അടച്ചുകൂടിയിരുന്നാൽ മനസ്സിന് സുഖം കിട്ടുമോ? ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ പോയി കറങ്ങി വരാൻ പറയൂ. കുറച്ചു മുന്നേ പുറത്തെങ്ങാണ്ട് പോയിട്ട് വന്നതാ. നിന്റെ ഈ അശ്രദ്ധയാണ് ഭാമേ എല്ലാ കാര്യങ്ങൾക്കും കുഴപ്പം. അവൻ കുടി നിർത്താൻ തയ്യാറായിട്ടും നീ ഇങ്ങനെ ശത്രുവിനെ പോലെ പെരുമാറുന്നതിനാ? ഒരു മദ്യപാനിയെ രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല വഴി അവനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ രാവിലെ ബ്രാൻഡുകളുടെ മുന്നിൽ ചെന്ന് അവിടെ വരുന്ന കുടിയന്മാരോടൊക്കെ സ്നേഹമായിട്ട് പെരുമാറാം. അവരും കുടി നിർത്തിയാലോ? ഇതങ്ങനെ ബ്രാൻഡ് കടയുടെ മുമ്പിൽ നിൽക്കുന്ന കുടിയന്മാരെ പോലെയാണോ? മണികണ്ഠൻ നിന്റെ സഹോദരനല്ലേ? മണികണ്ഠന്റെ കാര്യത്തിൽ എനിക്കുള്ള ഉത്തരവാദിത്വം പോലും നിനക്കില്ലാത്തതിന്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. മാറി നിൽക്ക്. മണി മണി
ഹലോ അളിയ അളിയ എപ്പോ വന്ന്? ഇതെന്താ ഇത്? അളിയൽ എന്റെ ദൈവമാണ്. അളിയൽ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ. എങ്ങനെയുണ്ട് ഈ സാധനത്തിനെ പിന്നെ എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? ഇതിന് മാത്രം കുടിക്കാനുള്ള പൈസ എന്നോട് കിട്ടി. ഇവന്റെ ഈ 10 പൈസ ഇല്ലെന്നല്ലേ ഇന്നലെ പറഞ്ഞത്? നീ കൊടുത്തു? ഇല്ല. പിന്നെ നീ കൊടുത്തു കാണും. മണികണ്ഠന് കുടിയെടുത്ത് ഞാൻ ജയിച്ചു പോകുമല്ലോ. എന്നെ തോപ്പിക്കാൻ നീ മനഃപൂർവ്വം കൊടുത്താണ്. ഞാൻ 10 പൈസ കൊടുത്തിട്ടില്ല. സാറേ ഉത്തമനാ ചെല്ല്. ഇവനും നിനക്കുള്ളത് ഞാൻ വന്നിട്ട്. ഇപ്പൊ വരുവേ. നമസ്കാരം സാറേ. നമസ്കാരം. ഉത്തമൻ എന്താ വേണ്ടത്? അല്ല എനിക്ക് ഒന്നും വേണ്ട. ശരി. അല്ല സാറേ ഇയാൾക്ക് എന്തോ വേണമെന്ന്. ഇയാളാരാ? എന്നെ ഓർമ്മയില്ല, ഞാൻ വില്ലേജ് ഓഫീസിൽ വന്നിട്ടുണ്ട്. സാർ മറന്നു കാണും. ജംഗ്ഷനിലെ കള്ള് ഷാപ്പ് നടത്തുന്ന ആളാണ് ദിവാകരൻ. TS നമ്പർ 37. ഒരു വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ സാറിനെ കാണാൻ വേണ്ടി വന്നു 3 മാസത്തിന് മുമ്പ്. പക്ഷെ സാറ് കൊടുത്തില്ല. വീട്ടിൽ വന്ന് എന്നെ കണ്ടിട്ട് കാര്യമില്ല. ഞാൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. നടക്കില്ല. പൊയ്ക്കോളൂ. അല്ല സാറേ അതല്ല. പോകാൻ. അല്ല സാറേ ഇപ്പൊ ദിവാരം വന്നതേ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല. പിന്നെ സാറിന്റെ അളി മണികണ്ഠനെ ഇന്ന് ഉച്ചയ്ക്ക് ദിവാറിന്റെ ഷാപ്പിൽ ചെന്ന് 3 കുപ്പി കള്ളു കുടിച്ചു. കൂടാതെ 2 കപ്പയും 2 ബീഫും 2 മീൻ വറുത്തതും. സാറേ ഉള്ളത് പറയാലോ, നല്ല ഷാപ്പാണ് കേട്ടോ. എല്ലാം കൂടെ 312 രൂപയായി. മണികണ്ഠന്റെ കയ്യിൽ 10 പൈസ ഇല്ല. ഷാപ്പിലുണ്ടായിരുന്ന എല്ലാരും കൂടെ തൂക്കിയെടുത്ത് ഇടിച്ചപ്പം സാറിന്റെ അളിയനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് കാശ് സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങാന്ന് അവര് പറഞ്ഞ് മണികണ്ഠനെ വിടുകയും ചെയ്തു. എന്റെ കയ്യിൽ നിന്ന്? ഞാൻ തരില്ല. അല്ല സാറേ അത് ശരിയാക്കാം പ്ലീസ്. ഞാൻ പറഞ്ഞോട്ടെ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടായോ സാറിനെ ബാധിക്കൂ. ഇവനൊക്കെ വെറും കല്ല് കച്ചവടക്കാരനല്ലേ. ആ 312 മണിയന്റെ ഷാപ്പിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഇവന്റെ കയ്യിൽ നിന്ന് ഒരു 200 രൂപയും കൂടെ വാങ്ങിച്ച് അങ്ങനെ 512 രൂപ ഇവന് കൊടുക്കാറുണ്ട്. ആ 200 രൂപ കൊണ്ടാണ് അളിയ മണിയണ്ട പിന്നെ പൈന്റ് വാങ്ങിച്ചത്. ഇതൊന്നും എനിക്കറിയണ്ട, ഞാൻ തരില്ല. വല്ലവനും നിന്റെ കടയിൽ കയറി കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നീ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളണം. അല്ലാതെ 10 പൈസ തരില്ല. തരില്ല. എത്ര കണ്ടിരിക്കുന്നേ? സാറ് പൈസ കൊടുത്തില്ലെങ്കിൽ അവര് മണികൊണ്ടനെ പൊക്കിക്കൊണ്ട് ഇടിക്കും. ഇരിക്കട്ടെ. അപ്പൊ പിന്നെ വക്കീലിന്റെ വലിയച്ചോട് സാറെന്നൊന്ന് പറയും. സാറാണ് മണികണ്ഠനെ നിർബന്ധിപ്പിച്ച് ഇങ്ങോട്ട് വിളിപ്പിച്ചത്. വിളിച്ചു വരുത്തിയിട്ട് ഇടിയും വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ചാ അതൊന്നും എനിക്കറിയണ്ട. ശരി, അപ്പൊ ദിവാര് തോന്നും പോലെ ചെയ്യട്ടെ. വക്കീല മണികണ്ഠൻ ഇപ്പൊ ഇടി കിട്ടിയാൽ പിന്നെ ഈ ജന്മ മോഹനേട്ടന് എന്റെ വീട്ടിൽ വരാൻ പറ്റില്ല. എന്നെ തോപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ പരിപാടിയാണെങ്കിലും ആവശ്യക്കാരി ഇപ്പൊ ഞാനായി പോയല്ലോ. കാശ് ഞാൻ തരാം. മിഴിപ്പോത് ഓരോ നോപ്പിച്ചിട്ട് ഞാൻ പറയുന്നു. അല്ല ഈ പിന്നെ വക്കീല ഈ സാരമില്ല. ഇതിപ്പോ ഒരു 512 രൂപയിൽ തീർന്നു. ഇതിലും വലുത് എന്തോ വരാൻ വേണ്ടി ഇരുന്നൊന്നും സമാധാനിച്ചാൽ മതി. സാരമില്ല. എന്നാലും ഒറ്റ ദിവസം 512 രൂപയ്ക്ക് കുടിക്കാന്ന് പറഞ്ഞാല് നല്ല ലക്ഷണമൊത്ത കുടിയന്മാർക്ക് ഇതൊന്നും ഒരു തുകയൊന്നും അല്ല സാറേ. ഡെയിലി 1000, 2000, 3000 രൂപയ്ക്ക് വരെ കുടിക്കുന്ന കുടിയന്മാരുണ്ട്. ഇനി മേലിൽ മദ്യോ കാശോ കൊടുക്കരുതെന്ന് ഞാൻ ദിവാറിനോട് പറഞ്ഞേക്കാം. അതുപോലെ മണികണ്ഠന്റെ കയ്യിൽ 10 പൈസ കിട്ടാതെ നോക്കുകയും വേണം. അതല്ലാതെ ആ സാധനത്തിന് ഒതുക്കാൻ വേറെ വഴിയില്ല. 512 രൂപ. സമാധാനമായി. അപ്പൊ ഞാനങ്ങ് ഇറങ്ങിയാണേ. ദിവാര എന്തു പറയുന്നു? മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്കും വിവരം ഉണ്ടാവില്ല എന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. പക്ഷേ മോഹനകൃഷ്ണൻ തോറ്റു നീ കരുതരുത്. മണികണ്ഠന്റെ കുടി നിർത്തിയിട്ട് ഈ മോഹനകൃഷ്ണൻ അടങ്ങും. മോഹനകൃഷ്ണന്റെ സാഹസിക പരീക്ഷണം 1-ാം ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഉപദേശം കൊണ്ട് നന്നാവുന്നവരാണ് കുടിയന്മാർ എന്ന തെറ്റിദ്ധാരണ മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി 2-ാം ഘട്ടത്തിലേക്ക് കടക്കാം. സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നാണല്ലോ ശാസ്ത്രം. മണികണ്ഠൻ മദ്യപാനം നിർത്തുമോ? മോഹനകൃഷ്ണൻ തോൽവി സമ്മതിക്കുമോ? അതോ ഇത് രണ്ടുമല്ലാത്ത പുതിയ പൊല്ലാപ്പിലേക്കാണോ ഈ കളി ചെന്ന് നിൽക്കുക എന്നൊക്കെ അറിയണമെങ്കിൽ നാളെ രാത്രി 9 മണിവരെ കള്ളു കുടിക്കാതെ കാത്തിരുന്ന് കാര്യം നിസ്സാരം കാണുക.